ഇനി നമ്മൾ പോകുന്നത് ആശാ വർക്കർമാരുടെ സമരത്തിലേക്കാണ്. ഓണറേറിയം വർധന ആവശ്യപ്പെട്ട് സ്വതന്ത്ര ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരത്തിന് ബദലായി CITUവിന്റെ നേതൃത്വത്തിലുള്ള ആശാ വർക്കർമാരുടെ സമരം തുടങ്ങി. ആശാ വർക്കർമാരുടെ ദുരിതത്തിന് കേന്ദ്ര സർക്കാരിനെ പഴിച്ചുകൊണ്ടാണ് CITU സമരം. കേന്ദ്ര സർക്കാരിന്റെ സമീപനം കൊണ്ട് ദുരിതത്തിലായ മറ്റ് സമാന സ്വഭാവമുള്ള ജീവനക്കാരും CITU സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വതന്ത്ര ആശാ വർക്കർമാർ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന സമരം 19ാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് CITU സമരവുമായി തലസ്ഥാനത്ത് എത്തുന്നത്. അപ്പോൾ ഇതിന്റെ വിവരങ്ങളുമായി ജസ്റ്റിന തോമസ് ചേരുന്നുണ്ട്. ജസ്റ്റിന, സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം, അതിന് വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ, സാംസ്കാരിക രംഗത്ത് നിന്ന് വരുന്ന പിന്തുണ, അതേറെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് CITUവും ഇപ്പോൾ സമരമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ സ്വതന്ത്ര ആശാ വർക്കർമാരുടെ ആവശ്യങ്ങളിൽ ഒന്നും ചെയ്യാനില്ല എന്ന നിലപാട് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെ ഈ CITUവിന്റെ സമരം, ആ സമരം എങ്ങനെയാണ് ഇന്നിപ്പോൾ അവിടെ നടക്കുന്നത്? അതോടൊപ്പം മറ്റ് ആശാ വർക്കർമാരുടെ സമരത്തെ ഈ ഒരു CITUവിന്റെ സമരം കൊണ്ട് നേരിടാനാകുമോ? ബിഞ്ചു, ആശാ വർക്കർമാർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 19 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരമാണ്. അതിലൊരു വലിയ ട്വിസ്റ്റ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. CITUവിന്റെ സമരം ഒരു വശത്ത് നടക്കുന്നു. അത് കേന്ദ്ര സർക്കാരിനെതിരെ ഈ ആശാ വർക്കർമാരുടെ സമരത്തെ തിരിച്ചുവിട്ടുകൊണ്ടാണ് CITUവിന്റെ സമരം നടക്കുന്നത്. അല്പസമയം മുമ്പാണ് AG ഓഫീസിന് മുമ്പിലേക്ക് ആശാ വർക്കർമാരുടെ ഒരു വലിയ സംഘം ഇവിടേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഇത് CITUവിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു സമരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെയാണ് നിങ്ങളുടെ സമരം, അല്ലേ? ഞങ്ങൾ അംഗൻവാടിക്കാരാണ്. നിങ്ങൾ ആശാ വർക്കർമാരല്ല? അല്ല, അംഗൻവാടിക്കാരാണ്. അംഗൻവാടിക്കാർക്ക് ഇത് ഒരു ശമ്പളം കുറെ നാളുകൊണ്ട് ശമ്പളം കൂട്ടുന്നില്ല. ഇവരുടെ ഒപ്പം വന്നാണോ CITU? ഒപ്പം വന്നാണ്. ഞങ്ങൾ സ്കീം വർക്കേഴ്സാണ്. അംഗൻവാടി വർക്കേഴ്സും ഹെൽപ്പേഴ്സും ഉണ്ട്. നമുക്ക് എത്രയോ നാളുകൊണ്ട് ശമ്പളം കൂട്ടും. നമ്മൾ എടുത്തപ്പങ്ങാത്ത ജോലികളാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. ഇപ്പൊ ഈ AG ഓഫീസിന് മുമ്പിലേക്കുള്ള സമരത്തിന് എത്തിയതാണ്? അതെ. നിങ്ങളൊക്കെ ആശാ വർക്കേഴ്സ്? അംഗൻവാടി വർക്കേഴ്സ്. 99 കയറിയവരാ, ജോലിക്ക് കയറിയവരാ. ഇപ്പൊ 24 വർഷമായി. ബിഞ്ചു, ഒരു വശത്ത് ഇത് ആശാ വർക്കർമാരുടെ സമരമാണ് നടക്കുന്നത്. പക്ഷേ ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നവർ കൂടുതലും അംഗനവാടി ജീവനക്കാരാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആശാപ്രവർത്തകർ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഈ സമരത്തിന് വന്നിരിക്കുന്ന ഒരു ഭൂരിപക്ഷം പേരും ആശാപ്രവർത്തകരല്ല, മറ്റ് ജീവനക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് ഈ ഒരു സമരത്തിന് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പലരിലേക്കും നമ്മൾ മൈക്ക് വെക്കുമ്പോൾ അത്തരത്തിലുള്ള മറുപടികൾ തന്നെയാണ് ലഭിക്കുന്നത്. പലരും ആശാപ്രവർത്തകരല്ല, മറ്റ് അംഗനവാടി ജീവനക്കാരൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളാണ്. കേന്ദ്ര സർക്കാരിനെതിരെയാണ് നിങ്ങളുടെ സമരം, അല്ലേ? ആശാപ്രവർത്തകരാണോ? ഈ സമരത്തിനൊപ്പം എത്തിയവരാണോ? ഈ സമരത്തിനൊപ്പം എത്തിയവരാണോ സർക്കാരിന്? ഞങ്ങളെ സ്കീം വർക്കേഴ്സിൽ ഉൾപ്പെട്ടവരാണ് അംഗൻവാടിക്കാരും. അങ്ങനെ പങ്കെടുത്തതാണ്. അപ്പോ നമ്മള് കൂടുതൽ പേരോട് ചോദിക്കുമ്പോൾ ഏതാണ്ട് എല്ലാവരും തന്നെ ഇവിടെ നിൽക്കുന്ന ആളുകൾ കൂടുതലും അംഗനവാടി സമരം അല്ലെങ്കിൽ അംഗനവാടി ജീവനക്കാരും മറ്റുമൊക്കെയാണ്. കൂടുതൽ പേരും ആശാപ്രവർത്തകരല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ബിഞ്ചു, എവിടെയാ ജോലി ചെയ്യുന്ന? ആശയായിട്ടാണ്? അംഗൻവാടി. ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്നാണ് ആശ? അംഗൻവാടി ഓഫീസ് സമരത്തിൽ പങ്കെടുക്കാൻ തന്നെ? അതെ. കേന്ദ്ര സർക്കാരിനെതിരെയാണ്. ഈ ആശാപ്രവർത്തകരുടെ സമരം എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും CITU ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആർക്കും മൈക്ക് വെച്ചാലും അംഗനവാടി ജീവനക്കാര് എന്നുള്ളതാണ്. അതായത് ബഹുഭൂരിപക്ഷവും അംഗനവാടി ജീവനക്കാരും എണ്ണത്തിൽ കുറവ് ആശാപ്രവർത്തകരുമാണ് സത്യത്തിൽ ഈ സമരത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആളുകളിലേക്ക് മൈക്ക് വെച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മറുവശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, മറുവശത്ത് ഇവിടെ ഇപ്പോൾ ഒരുപാട് ഈ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ വന്നിരിക്കുന്ന CITUവിന്റെ നേതൃത്വത്തിൽ സമരം ചെയ്യാൻ വന്നിരിക്കുന്ന കുറെ അധികം ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. CITUവിന്റെ ബാനറിന് കീഴിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഇവർ സമരം നടത്തുന്നത്. ഈ AG ഓഫീസ് സമരത്തിലെത്തിയവരല്ലേ? അതെ. എന്താ ചെയ്യുന്നേ? സമരത്തിന് ശരിയായ രീതിയിൽ എന്താണ് ആശയമെന്നും എങ്ങനെയാണ് ഈ ഒരു ആശാ വർക്കേഴ്സ്മാർ ഈ നമ്മുടെ കേരളത്തിലേക്ക് ഉണ്ടായതെന്നും ഉള്ള കാര്യങ്ങൾ വിശദീകരിക്കലാണ് ഇവിടെ നടക്കുന്നത്. എവിടെയാ ജോലി ചെയ്യുന്നത്? ആശാപ്രവർത്തകയാണ്. ആശാപ്രവർത്തകയാണ്. എവിടെയാ? ബാലരാമപുരം.
അപ്പോ ആശാപ്രവർത്തകരുമുണ്ട്, പക്ഷെ ബഹുഭൂരിപക്ഷം പേരും അംഗനവാടി ജീവനക്കാരാണ് എന്നുള്ളതാണ് നമുക്ക് ഇവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. മറ്റു പല ആളുകളും ഈ സമര രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബിഞ്ചു ഒരു ആക്ഷേപം ആശാപ്രവർത്തകരുടെ, അതായത് സ്വതന്ത്ര യൂണിയന്റെ കഴിഞ്ഞ ഏതാണ്ട് 19 ദിവസമായിട്ട് ഇവിടെ സമരരംഗത്തുള്ള ആശാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അവർ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ സമരത്തെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് CITUവിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ പിന്തുണയോടുകൂടി മറ്റ് സംഘടനകളെ അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരം ഇവിടെ നടക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അതിൽ കുറച്ചൊക്കെ വാസ്തവമുണ്ട്, കുറച്ചല്ല കാര്യമായ രീതിയിൽ തന്നെ വാസ്തവമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഓരോ ആളുകളിലേക്ക് നമ്മൾ മൈക്ക് വെക്കുമ്പോൾ. അത് 10 പേരോട് ചോദിച്ചാൽ 9 പേരും അംഗനവാടി ജീവനക്കാരോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഇപ്പോൾ ആശാപ്രവർത്തകരുടെ കഴിഞ്ഞ 19 ദിവസമായിട്ട് നടക്കുന്ന ആശാപ്രവർത്തകരുടെ സമരം കൂടി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അവര് 19 ദിവസമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പൊരിവെയിൽ കൊണ്ട് ആശാപ്രവർത്തകർ സമരം നടത്തുന്നു. അതിനെ പൊളിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ ആശാപ്രവർത്തകരുടെ ഈ സമരത്തെ പൊളിക്കുന്നതിനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അതിലൊരു ട്വിസ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് മറുവശത്ത് ഇപ്പോൾ ആശാപ്രവർത്തകരുടെയോ അതുപോലെ തന്നെ അംഗനവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെ കൂട്ടിക്കൊണ്ട് CITU സമരം നടത്തുന്നത്, AG's ഓഫീസിന് മുമ്പിൽ സമരം നടത്തുന്നത്. അപ്പുറത്ത് മറ്റൊരു സമരവും നടക്കുന്നു. തൊഴിലുറപ്പിലുള്ളവരുണ്ട്, ഹരിതകർമ്മസേനയുണ്ട്, ഇങ്ങനെ 4 പേരാണ് 4 ഐറ്റം ആൾക്കാരെ ചേർത്താണ് ചെയ്യുന്നത്. അല്ലാതെ വെറും ആശമാരെല്ലാവരുടെ സമരത്തിന് വന്നാൽ എന്നാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആശാ വർക്കേഴ്സാണ്, വേറെ ആരുമില്ല. ഇപ്പോ ബിഞ്ചു, ഈ സമരത്തിന്റെ ഒരു ട്വിസ്റ്റ് നമുക്കിപ്പോ ഏകദേശം വ്യക്തമായിട്ടുണ്ടാകും. ഒരു വശത്ത് ആശാപ്രവർത്തകരുടെ സമരം നടക്കുന്നു, മറുവശത്ത് അംഗനവാടി ജീവനക്കാര്, ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി ആ സമര രംഗത്തുണ്ട്. ആളെ കൂട്ടുന്നതിന് വേണ്ടി അതുകൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു വാസ്തവമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് 19ാം ദിവസം ആശാപ്രവർത്തകരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്നു. ആ സമരം ഇനി കാര്യമായ രീതിയിലുള്ള പരിഗണന ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഘടനാ നേതാക്കളോട് കൂടി തന്നെ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. അവിടെ മറ്റൊരു സമരം കൂടി നടക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അവർ വാങ്ങട്ടെ. ഞങ്ങൾ ഈ ഓണറേറിയ അവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവിടെ ബഹുഭൂരിപക്ഷം ആശാ വർക്കർമാരില്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും മറ്റു തൊഴിലാളികളെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കേണ്ടത് നമ്മൾ കേൾക്കുന്നു. തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. സ്കീം വർക്കേഴ്സ് എന്ന പേരിലാണ് വന്നിരിക്കുന്നത്. എന്താണ് ഇവരുടെ സമരത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചെത്തിയത്? എനിക്ക് സ്വയം തോന്നിയിട്ട്, എന്നെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നതല്ല ഞാൻ. ഇവരുടെ ആവശ്യങ്ങൾ വളരെ ജെനുവിനാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. പല കോണുകളിൽ നിന്നും ആശാപ്രവർത്തകരുടെ കഴിഞ്ഞ 19 ദിവസമായിട്ട് നടക്കുന്ന ആശാപ്രവർത്തകരുടെ സമരത്തിൽ തീർച്ചയായിട്ടും ജസ്റ്റിന, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ 2 കൂട്ടരാണ് സമരമുഖത്തുള്ളത്. ഒരു കൂട്ടർ സംസ്ഥാന സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ മറ്റൊരു കൂട്ടർ കേന്ദ്ര സർക്കാരിനെതിരെയാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ അതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആശാ വർക്കർമാർക്കെതിരെയുള്ള സമരത്തിൽ CITU കൊണ്ടുവന്നിരിക്കുന്നത് ആശാ വർക്കർമാരെക്കാട്ടിലും കൂടുതൽ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയാണ്. അതായത് അംഗൻവാടി ജീവനക്കാർ, ഹരിതകർമ്മസേന ആളുകൾ, അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ ആളുകൾ വരെ ഉണ്ട് എന്നുള്ള കാര്യമാണ് സ്വതന്ത്ര ആശാ വർക്കർമാരുടെ സംഘടന ആരോപിക്കുന്നത്.